50% വിവിപാറ്റ് എണ്ണണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. 21 പ്രതിപക്ഷ പാർട്ടികളാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ ഇടങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള തീരുമാനം. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും 5 വിവിപാറ്റ് വീതം എണ്ണാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. എന്നാൽ 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റ് എണ്ണാൻ ഏപ്രിൽ 8 സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. 50% വിവിപാറ്റ് തന്നെ എണ്ണണം എന്ന മുൻ ആവശ്യത്തിൽ പ്രതിപക്ഷം പുനഃപരിശോധനാ ഹർജിയിൽ ആവർത്തിച്ചു. 5 യന്ത്രങ്ങളിലെ വിവിപാറ്റ് എണ്ണണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കോടതി ഉത്തരവ് പ്രാബല്യത്തിലാണ്. ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണം സുപ്രീം കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിച്ചേക്കും. ഉന്നത ഉദ്യോഗസ്ഥർ ജഡ്ജിമാരുമായി ചർച്ച നടത്തി. ഇതിനിടെ ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതി വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് സമിതി നോട്ടീസ് നൽകി. ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം അന്വേഷിക്കാൻ ആഭ്യന്തര സമിതിയെ നിയോഗിച്ചതിന് പിന്നാലെയാണ് ലൈംഗികാരോപണത്തിൽ കൊടുക്കാൻ ശ്രമം നടന്നുവെന്ന ആക്ഷേപവും പ്രത്യേക സംഘം അന്വേഷിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. CBI ജോയിന്റ് ഡയറക്ടർ പോലീസ് IB ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം രാജ്യത്തെ ഉന്നത കോർപ്പറേറ്റ് സ്ഥാപനത്തിന് വേണ്ടിയാണെന്ന് ഉത്സവ് സിംഗ് ബൈൻസ് വാദിച്ചു. മുദ്രവച്ച കവറിൽ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള ഇതിന്റെ തെളിവുകളും കൈമാറി. ഉത്സവ് ബൈൻസിന് പോലീസ് സംരക്ഷണം നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ശക്തികൾക്കെതിരെ ഇതേവരെ നടപടിയെടുക്കാൻ ഒരു ചീഫ് ജസ്റ്റിസിനും സാധിച്ചില്ല. എന്നാൽ നിയമ സംവിധാനത്തെ ശുദ്ധീകരിക്കാനാണ് നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ ശ്രമമെന്ന് കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. കേസ് പരിഗണിക്കുന്നതിനിടെ വാദിക്കാൻ ശ്രമിച്ച ഇന്ദിരാ ജയ്സിംഗിനെ കോടതി വിലക്കി. ഇതിനിടെ ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതി ഏപ്രിൽ 26 ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാനും നോട്ടീസ് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതാവ് ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് നടപടി. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തതായി സർക്കാർ കോടതിയെ അറിയിച്ചു. വർഗീയ പ്രസംഗത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM നേതാവ് V ശിവൻകുട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വിശദീകരിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ശ്രീധരൻപിള്ളയ്ക്ക് കോടതി നോട്ടീസ് അയച്ചത്. എന്ത് സാഹചര്യത്തിലാണ് മതവിദ്വേഷം കലർന്ന പ്രസംഗം നടത്തിയതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഇനി കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വേനലവധിക്ക് ശേഷം കോടതി വീണ്ടും ചേരുമ്പോൾ ശ്രീധരൻപിള്ളയുടെ വിശദീകരണം കോടതി പരിശോധിക്കും. ആറ്റിങ്ങലിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലായിരുന്നു BJP അധ്യക്ഷന്റെ വിവാദ പ്രസംഗം. ബല്ലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ച ഭീകരർ ഇസ്ലാമാണോ എന്നറിയണമെങ്കിൽ വസ്ത്രം മാറി നോക്കണമെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ പ്രസംഗം. ഇതിനെതിരെ വലിയ വിമർശനമുയർന്നുവെന്നെങ്കിലും CPIM നേതാവ് V ശിവൻകുട്ടി മാത്രമാണ് കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അദ്ദേഹം പരാതി നൽകിയിരുന്നു. പ്രചരണ രംഗത്ത് വർഗീയത ആയുധമാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇക്കുറി കടന്നുപോയത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആദ്യമായി ഉണ്ടായിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. MPയും BJP നേതാവുമായ ഉദിത് രാജ് കോൺഗ്രസിൽ ചേർന്നു. നോർത്ത് വെസ്റ്റ് ദില്ലിയിൽ നിന്നുള്ള MPയാണ് ഉദിത് രാജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതാണ് പാർട്ടി വിടാൻ കാരണം. ഉദിത്തിനെ ഒഴിവാക്കി ഗായകൻ ഹൻസ്രാജ് ഹൻസിനാണ് ഇത്തവണ BJP സീറ്റ് നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ട്വിറ്ററിൽ നിന്ന് ഉദിത് രാജ് ചൌക്കീദാർ എന്നത് നീക്കം ചെയ്തിരുന്നു. BJPയുടെ നിലപാട് ദളിത് വിരുദ്ധമാണെന്നും ദളിതനായതുകൊണ്ടാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചതെന്നും ഉദിത് രാജ് പ്രതികരിച്ചു. കല്ലട ബസ്സിൽ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ ബസ് ഉടമ കല്ലട സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരായില്ല. സുരേഷിനോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം കേസിൽ അറസ്റ്റിലായ 7 പേരും റിമാൻഡിലാണ്. ഇന്ത്യയുടെ ആണവായുധങ്ങൾ ദീപാവലിക്ക് പൊട്ടിച്ചു തീർക്കാനുള്ളതല്ല എന്ന മോദിയുടെ പ്രസംഗത്തിൽ വിവാദം കത്തുന്നു. നരേന്ദ്രമോദിക്കെതിരെ രാജ്യാന്തര സമൂഹവും രംഗത്തെത്തി. മോദിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നും ആണവയുദ്ധ വിരുദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടു. രാജസ്ഥാനിലെ ബാർമറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദ പ്രസംഗം നടത്തിയത്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഭീഷണിയിൽ ഇന്ത്യ കുലുങ്ങില്ലെന്നും ബാലാക്കോട്ടിൽ ശക്തമായ തിരിച്ചടി ആ രാജ്യത്തിന് നൽകിയെന്നും മോദി പറഞ്ഞു.
ന്യൂക്ലിയർ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ദീപാവലിക്ക് വേണ്ടിയാണോ എന്നുമായിരുന്നു മോദിയുടെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ദേശീയ വികാരം ഉണർത്തി വോട്ട് പിടിക്കാനുള്ള മോദിയുടെ വില കുറഞ്ഞ തന്ത്രത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രതിഷേധം കത്തുകയാണ്. ഇന്റർനാഷണൽ ഫിസിഷ്യൻസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ന്യൂക്ലിയർ വാർ എന്ന സംഘടനയുടെ ഇന്ത്യൻ ചാപ്റ്റർ പ്രസ്താവനയിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. മോദിയുടെ പ്രസ്താവന അപകടകരവും പ്രകോപനം ഉണ്ടാക്കുന്നതാണെന്നും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണെന്ന് സംഘടന വിമർശിച്ചു. നിഷ്കളങ്കരായ വോട്ടർമാരെയും ആരാധകരെയും സ്വാധീനിക്കാനാണ് മോദി ഇത്ര ആപത്കരമായ പ്രസ്താവന നടത്തിയതെന്നും സംഘടന ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ നിന്ന് മോദിയെ വിലക്കണമെന്ന ആവശ്യവും ശക്തമായി. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് മോദിയെ വിലക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. പ്രസംഗത്തിനെതിരെ പാകിസ്ഥാനും രംഗത്ത് വന്നിരുന്നു. മോദിയുടെ പ്രസ്താവന നിർഭാഗ്യകരവും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കിയത്. അതേസമയം വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി കൂടിയായ മോദി നടത്തുന്ന പക്വതയില്ലാത്ത പ്രസ്താവനകളിൽ രാജ്യാന്തര സമൂഹത്തിനിടയിൽ ആശങ്കകളും വർദ്ധിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗ് 77.68% പേരാണ് ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കണ്ണൂരും കുറവ് പോളിംഗ് നടന്നത് തിരുവനന്തപുരത്തുമാണ്. 35 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണ നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 വർഷത്തിന് ശേഷം കേരളം റെക്കോർഡ് പോളിംഗോടെയാണ് വിധിയെഴുതിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് നില 74.04%. ഇത് മറികടന്ന് 77.68% പേരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. കണ്ണൂർ, വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. കണ്ണൂരിൽ 83.05%, വടകരയിൽ 82.48%, കോഴിക്കോട് 81.47% പേരുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ്, 73.45%. തിരുവനന്തപുരത്തിന് പുറമെ മാവേലിക്കരയിൽ 74.09%, പത്തനംതിട്ടയിൽ 74.19% പേർ വോട്ട് രേഖപ്പെടുത്തി. പൊന്നാനി ഒഴികെ മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് 75% മുകളിലാണ്. വയനാട് മണ്ഡലത്തിലെ വയനാട് ജില്ലയിൽപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ 80%-ലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്തും തൃശൂരും കഴിഞ്ഞ തവണത്തേക്കാൾ 4% കൂടുതൽ പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിൽ ഇത് 7% ഉയർന്നിട്ടുണ്ട്. ഇതിനു മുൻപ് 1984 പോളിംഗ് 77% ഉയർന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 74.04%. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 70-നും 77-നും ഇടയിലാണ് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1996 പോളിംഗ് ശതമാനം 72 ഉയർന്നപ്പോൾ LDF-നും UDF-നും 10 വീതം സീറ്റുകളാണ് ലഭിച്ചത്. LDF-ന് 18 സീറ്റ് ലഭിച്ച 2004 തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 72%. അടുത്ത മാസം 23-നാണ് വോട്ടെണ്ണൽ. കഴിഞ്ഞ തവണയും വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷമായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകാൻ ഇനി 4 ഘട്ടങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കിയിൽ മികച്ച വിജയം നേടുമെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും പോളിംഗ് ശതമാനം ഉയർന്നതും അനുകൂലമാണെന്നും ഡീൻ പറഞ്ഞു. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്. 100% ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. നല്ല ഒരു വിജയത്തിലേക്ക് പോവുകയാണ്. 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിൽ വ്യക്തമായ മേൽക്കൈയോടുകൂടി വർദ്ധിതമായ ഭൂരിപക്ഷത്തോടുകൂടി ഈ സീറ്റ് UDF ജയിക്കും. പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എത്രമാത്രം അനുകൂലമായിട്ടുണ്ട്? പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മുതൽ വളരെ ആവേശഭരിതമായിരുന്നു. മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. UDF-ന്റെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് വിളിച്ചാൽ പോലും പ്രവർത്തകരുടെ ഒരു പ്രാതിനിധ്യം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അതുപോലെ പൊതുപരിപാടികളിലെല്ലാം നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്ന് ഞങ്ങൾ കുറച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു. അത് അതേപടി തന്നെ നടന്നു. അതാണ് വർദ്ധിതമായ ഒരു പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിലേക്കാണ് ആ പോളിംഗ് ശതമാനം വിരമിച്ചുകൊണ്ടത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഇടുക്കിയിൽ മുതൽക്കൂട്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉറപ്പായും അതങ്ങനെ തന്നെയായിരിക്കും. കാരണം 2 തരത്തിൽ. ഒന്ന്, മതേതര ജനാധിപത്യ വിശ്വാസികൾ കക്ഷിഭേദമന്യേ, ഇപ്പോൾ CPM ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, കക്ഷിഭേദമന്യേ രാഹുൽ ഗാന്ധിയെ അവർ അംഗീകരിച്ചു കഴിഞ്ഞു. ആ ഒരു തലത്തിൽ ശരിയായ രാഷ്ട്രീയം ഇടുക്കിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി, ഇടുക്കിയുടെ സമാന സ്വഭാവമാണ് വയനാടിനുള്ളത്. അദ്ദേഹം ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം പ്രധാനമന്ത്രിയാവും. ഇപ്പോൾ വയനാട്ടിൽ തോട്ടം മേഖലയും കാർഷിക മേഖലയും ഒരുമിച്ച് ചേരുന്നുവെങ്കിൽ ഇടുക്കിയിലും അത് അങ്ങനെ തന്നെയാണ്. തോട്ടം മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ പ്ലാന്റേഷൻ ലേബേഴ്സ് ആക്ട് 1951 മുതൽ നിലനിൽക്കുന്ന ആക്ട്, അതിലൊരു പരിഷ്കരണം ഉണ്ടാകണം, ഭേദഗതി ഉണ്ടാകണമെന്നൊക്കെ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് തൊഴിലാളി സമൂഹം. അപ്പോൾ അവരുടെ ഒരു അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിലൊക്കെ കാതലായ മാറ്റം ആവശ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഇനി സാധിക്കും നേരിട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ വയനാട്ടിലെ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെട്ടാൽ ഇടുക്കിയിലെ തോട്ടം മേഖലയ്ക്കും അതിൻ്റെ ആശ്വാസം ഉണ്ടാവും.
കൂലി വർധനവ് ഉൾപ്പെടെ. പിന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലെ അതിലൊന്നും അന്തിമവിജ്ഞാപനം ഇതുവരെയും സാധ്യമായിട്ടില്ല. ആ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അന്തിമവിജ്ഞാപനം പുറപ്പെടുവിക്കാൻ അദ്ദേഹത്തിന് നേരിട്ട് കഴിയുമല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയാകും, അങ്ങനെയുള്ള ഒരു അനുകൂലമായ അന്തരീക്ഷം വരുമ്പോൾ. അപ്പോൾ അത് ഇടുക്കിക്കും അതിൻ്റെ ആശ്വാസം കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ കൂടി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിവേകപൂർവ്വം കക്ഷിഭേദമന്യേ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മികച്ച പ്രതീക്ഷയിലാണ്, നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനുള്ളത്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ആലപ്പുഴയിൽ ഉറച്ച വിജയപ്രതീക്ഷയോടെയാണ് ഇടതു സ്ഥാനാർത്ഥി എം ആരിഫ്. മണ്ഡലത്തിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ LDF-ന് വിജയമുണ്ടാകുമെന്ന് ആരിഫ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി വളരെയധികം പ്രതീക്ഷയിലാണ്. കാരണം മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ്, നമുക്ക് മണ്ഡലത്തിൽ കാണാൻ കഴിയാത്ത ഒരു ഭൂരിപക്ഷമാണ് ഇന്നലത്തെ വോട്ടിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ കൂടുതൽ പോളിംഗ് ശതമാനത്തെ കാണുന്നത്? അല്ല, പോളിംഗ് ശതമാനം കൂടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കൂടി. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ അപേക്ഷിച്ചാണെങ്കിൽ പോളിംഗ് ശതമാനം കുറവാണ്, 1% കുറവാണ്. അപ്പം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ പോളിംഗ് ശതമാനം കൂടിയപ്പോൾ ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്തത്, എൻ്റെ അരൂരിലെ സ്ഥിതി വെച്ച് നോക്കിയാൽ. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പോളിംഗ് ശതമാനം കൂടിയപ്പോൾ ഭൂരിപക്ഷം 39,000-ഓളം എത്തി. അപ്പോൾ പോളിംഗ് ശതമാനം കൂടിയാൽ ഉടനെ അത് LDF-ന് പ്രതികൂലമാകുമെന്ന് പറയുന്ന കണക്ക് ഒരിക്കലും വസ്തുതാപരമല്ല, അതാണ് അനുഭവം. അപ്പോൾ അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള എൻ്റെ ഉറച്ച നിലപാടാണ്, അത് വിശ്വാസമാണ്. അത് ഉറപ്പായിട്ടും ഉണ്ടാകും. അക്കാര്യം യാതൊരു തർക്കവും സംശയവും അണുവിട സംശയമില്ല. പൊതുവെ ഒരു പാർട്ടി സംവിധാനം അനുസരിച്ചിട്ട് എന്തായാലും ഈ സമയത്തിനുള്ളിൽ ഒരു ഏകദേശ കണക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് പൂർണ്ണമായിട്ടും ഇപ്പം UDF ക്യാമ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് UDF സ്ഥാനാർത്ഥി വിജയിച്ച് നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രകടനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ LDF-ന്റെ ഒരു കണക്കുകൂട്ടലും അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? അല്ല, LDF-ന്റെ കണക്കുകൂട്ടൽ താഴെ നിലവാരത്തിൽ എടുക്കുന്ന കണക്ക് തെറ്റാറില്ല, അത് കൃത്യമാണ്. അതിനേക്കാൾ ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ, അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും തുറന്നു പറഞ്ഞാൽ, അരൂർ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഞാൻ മത്സരിക്കുമ്പോൾ താഴെ നിലവാരത്തിൽ നിന്ന് വന്ന കണക്കനുസരിച്ച് 15,000 വോട്ടിന് ജയിക്കുമെന്നായിരുന്നു ഭൂരിപക്ഷം. 15,000. പക്ഷെ എണ്ണി നോക്കിയപ്പോൾ 38,519 വന്നു. അപ്പോൾ വെച്ചാൽ പണ്ടത്തെ പോലെ പാർട്ടി സഖാക്കൾ ആരെയും വിലയിരുത്താതെ ഉറച്ച വിശ്വാസമുള്ളത് മാത്രമേ കൂട്ടത്തുള്ളൂ. ആ ഉറച്ച വിശ്വാസമുള്ള കൂട്ടുവെച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് എപ്പോഴും അതിൻ്റെ ഇരട്ടിയാകാറാണ് പതിവ്. നിലവിൽ അരൂർ MLA തന്നെയാണല്ലോ. നാളെ മുതലുള്ള ദൗത്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ചുമതല ഏറ്റെടുക്കുന്നത് വരെ പഴയ ചുമതല തുടരും, അതാണ് എൻ്റെ ശരി. ആ ശരി ചെയ്യും. പിന്നെ പുതിയ ചുമതലയുടെ ഭാഗമായി അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിൽ വല്ല അത്യാവശ്യ കാര്യങ്ങളുണ്ടായാൽ പോകും. ഇപ്പം ഇന്ന് രാവിലെ പിന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ പ്രവർത്തകരെ RSS പ്രവർത്തകർ ഭീകരമായി വെട്ടുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരെയൊക്കെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. അതൊക്കെ പുതിയ ചുമതലകളുടെ ഭാഗമാണ്. അല്ലെങ്കിൽ നേരത്തെ പോകുന്ന പാർട്ടി പ്രവർത്തനം എന്നാലും പോയി കാണാൻ ബാധ്യതയുണ്ട്. എങ്കിലും ചിലപ്പോൾ അരൂരിലെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പെൻഡിങ് വെച്ചിട്ട് വൈകുന്നേരം പോകാതൊക്കെ വയ്ക്കും. ആ പ്രയോറിറ്റിയിൽ മാറ്റം വന്നു, അതാണ് ഇപ്പോൾ ഉണ്ടായത്. പൊതുവെ മണ്ഡലത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധയായിരുന്നു എങ്കിൽ പോലും പൊതുവെ കേരളത്തിലെ ഒരു അവസ്ഥ എന്തായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് നിരീക്ഷകൻ എന്നുള്ള നിലയിൽ? LDF-ന് നല്ല മുൻതൂക്കം ഉണ്ടാകും, അത് യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RSS-ന്റെ പേര് പറഞ്ഞ് മുസ്ലിം കൺസോളേഷൻ, ന്യൂനപക്ഷങ്ങളുടെ കൺസോളേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചില സമുദായ സംഘടനകൾ ശ്രമിച്ചിരുന്നു. കോൺഗ്രസ്സിന് മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ള അവരുടെ പല നിലപാടുകളും ബംഗാളിൽ മറിച്ചായിരുന്നു ആ സംഘടനകൾ തന്നെ. അപ്പം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളൊക്കെ എടുക്കുന്ന നിലപാട് പലയിടത്തും പലതാണ്. ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ന്യായം പറഞ്ഞു. ആ ന്യായം നിലനിൽക്കുന്നതല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ക്യാമ്പുകൾ തന്നെ പലരും അവരിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ഈ സംഘടനകൾ പറയുന്നതനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിയോ കോൺഗ്രസിനെ കണ്ടിട്ടാണോ RSS-കാർ ഇവിടുത്തെ അടുക്കളയിൽ കയറി കരച്ചട്ടി പോക്കാത്തത്? ഇടതുപക്ഷത്തെ ഭയന്നിട്ടാണ്. ഇടതുപക്ഷത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല എന്നവർക്കറിയാം. അപ്പോൾ അത് ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കുന്നവരെല്ലാം ആ നിലയിൽ വിലയിരുത്തി വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വളരെയധികം വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അത്തരത്തിൽ തന്നെ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉയർന്ന പോളിംഗ് ശതമാനം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുവെന്ന് വയനാട് LDF സ്ഥാനാർത്ഥി PP സുനീർ. മണ്ഡലത്തിലെ സജീവമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിന് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ നിന്നും അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുന്നണികളെ പോലും അത്ഭുതപ്പെടുത്തിയ പോളിംഗ് ആണ് വയനാട്ടിൽ നടന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം LDF സ്ഥാനാർത്ഥി PP സുനീർ നമുക്കൊപ്പം ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് വയനാട്ടിൽ എങ്ങനെയാണ്? പോളിംഗ് പൊതുവെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ്
ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളോട് സമീപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷ ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ പൊതുവെ കാലാവസ്ഥയും രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാം ബോധ്യപ്പെടുന്ന ജനങ്ങൾ ഇത്തവണ എന്തായാലും ഈ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി LDF നടത്തിയിട്ടുള്ള ഒരു വിപുല പ്രചാരണ പരിപാടികളുടെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ളൊരു LDF അതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും പ്രത്യേക ചുമതലക്കാരൊക്കെ നിശ്ചയിച്ചുകൊണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് മുമ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനമാണ് ഈ തവണ LDF നടത്തിയിട്ടുള്ളത്. ഓരോ ഗ്രാമങ്ങളിലും അതിൻ്റെ ഒരു പ്രതികരണം സ്വാഭാവികമായി ഉയർന്നു വന്നിട്ടുണ്ട്. LDFൻ്റെ സംഘടനാ ശേഷിയുടെ പരമാവധി 100% തന്നെ ഈ മണ്ഡലത്തിലും പൊതുവെ കേരളത്തിലാകെ ആ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ദേശീയ നേതാക്കളുടെ എല്ലാം സംസ്ഥാന നേതാക്കളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നിരന്തരമായ ഇടപെടലും സാന്നിധ്യവും ഒക്കെ തന്നെ വലിയ ആത്മവിശ്വാസം LDF പ്രവർത്തനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു പ്രതികരണം സ്വാഭാവികമായും ഈ വോട്ടിംഗ് ശതമാനം വർധനവിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. ഈ വയനാട് ജില്ലയിലെ പോളിംഗ് മറ്റ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെക്കാൾ ഉയർന്ന തോതിലാണ്. വയനാട്ടിലെ ജനങ്ങളാണ് കൂടുതൽ ഇതിൻ്റെ ദുരവസ്ഥ അനുഭവിച്ച ആളുകൾ. അവർക്കാണ് സ്വാഭാവികമായും പ്രതിഷേധവും പ്രതികരണവും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അവരോട് കാണിച്ചൊരു അപമാനകരമായ സമീപനം, ആ ഒരു അവഹേളനത്തിനെതിരെയുള്ളൊരു ജനാധിപത്യപരമായ പ്രതികരണമാണ് ആയിട്ടാണ് ഞാനത് കാണുന്നത്. ഉയർന്ന പോളിംഗിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ കൊളംബോയിലേക്കുള്ള വിമാനയാത്ര പിഴവില്ലാതെ റദ്ദാക്കാനും തീയതി മാറ്റാനും അവസരമൊരുക്കി എയർ ഇന്ത്യയും ഇൻഡിഗോയും. 24 വരെയുള്ള യാത്രകൾക്കാണ് ഇത് ബാധകമാവുക. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള ആദ്യ ഉച്ചകോടി വ്യാഴാഴ്ച റഷ്യയുടെ പസഫിക് തീരത്തെ വ്ളാഡോവോസ്റ്റോക്ക് നഗരത്തിൽ നടക്കും. കൊറിയൻ മേഖലയിലെ ആണവ പ്രതിസന്ധിയാവും മുഖ്യ ചർച്ചാ വിഷയം. ജാപ്പനീസ് തലസ്ഥാനത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ പുരാണിക് യോഗേന്ദ്രയ്ക്ക് ജയം. ജാപ്പനീസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് ഇദ്ദേഹം.